നമ്മുടെ കണ്ണൂരിലൊക്കെ മുസ്ലിം കല്യാണത്തിന് നല്ല ബിരിയാണി കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു ബിരിയാണി വെക്കാൻ ഇവർ കഴിച്ചിട്ട് വേറെ ആരും ഉള്ളൂന്ന്. അങ്ങനെ ഞാൻ വല്ലപ്പോഴൊക്കെ എനിക്ക് ആ അവസരം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്, എക്സാക്ട്ലി ഒരു റെസിപ്പിയല്ല, എന്നാൽ അതിൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മട്ടൻ ഞാൻ 1/2 കിലോ ആണ് എടുത്തത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വന്നിട്ട് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 7-8 വിസിൽ വേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഈ മട്ടൻ ഭയങ്കര മുറ്റായിരുന്നു, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കുക്കറിലാണ് ചെയ്യുന്നത്. വലിയ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. കാണുമ്പോൾ ഒത്തിരി ഉള്ളതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. വെന്ത് വന്നപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞങ്ങൾക്ക് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേവിക്കാൻ. കുറച്ച് ഒഴിക്കണ്ടോ, എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ചോറും കൂടി ആക്കാനായിട്ട് ഇത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. റോ ആയിട്ടുള്ള ഗരം മസാലാസൊക്കെ ഇട്ട് നെയ്യൊക്കെ ചേർത്ത് ചോറൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ഇങ്ങനെ വേവിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി 1.5 ഗ്ലാസ് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമാണെങ്കിൽ ഏകദേശം 1.5 to 1.25 ഗ്ലാസ് ചേർത്താലും മതിയാവും കേട്ടോ. ചൂടുവെള്ളമല്ല ഒഴിക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇനി ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഞാൻ കാണിച്ചാൽ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. കണ്ണെരിയുന്നുണ്ടായിരുന്നു നന്നായിട്ട്. ഇനി ഞാനിതാ വലിയൊരു ഉരുളയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാൻ, ഞാൻ പിന്നെ ഒരുപാട് നെയ്യ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തതാണ്. അതിലേക്ക് 2 സവാള മതി കേട്ടോ, 1/2 കിലോക്ക്. അപ്പോൾ ഞാൻ 2 സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അതിലിടയിൽ ഒരു സവാള തുള്ളി പോയിട്ടുണ്ട്. അത് ഞാനെടുത്ത് പച്ചക്ക് കഴിച്ചു കേട്ടോ. ഒരു അച്ചടക്കമില്ലാത്ത സവാളയായിരുന്നു അത്. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ച് സവാള നന്നായിട്ട് വേവണം കേട്ടോ. നമ്മൾ സമയമെടുത്ത് സവാള വേവണം. സവാളയുടെ ഒരു പച്ച ചുവയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കടിക്കുന്ന പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിനിടയിൽ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ശബ്ദം കൂടെ കേൾക്കുക. അപ്പോൾ അത് നന്നായി വഴണ്ടി വന്നിട്ടാണ് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എരിവ് കുറച്ചത് കുറക്കാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ചേർക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇത്തിരി കുരുമുളക് പൊടി ചേർക്കണം. ഇവിടെ ഏട്ടന് പറ്റാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടണം. എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വരികയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ പച്ചമണം മാറി വന്നപ്പോൾ ഇത് ഞാൻ അതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചില തക്കാളിയൊക്കെ ഈ വഴണ്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇച്ചിരി സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ മട്ടൺ വേവിച്ച സ്റ്റോക്ക്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ ഒരു സ്മെല്ലും കൂടി ഈ ഇതിലേക്ക് വരും. ഇപ്പം തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ആയി വരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അത് ഒരു സൂപ്പർ മണമാണല്ലേ. അപ്പോൾ തന്നെ ബിരിയാണിയാണ് വെക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ട, ആ ഒരു മണം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയമെടുത്ത് സാവകാശത്തിൽ ചെയ്തതാണ്. സാധാരണ ഞാൻ എടുപിടിയെന്ന് ജോലികൾ തീർക്കാൻ നോക്കുന്ന ആളാണ്, പക്ഷേ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. സമയം നമ്മൾ കുറേ കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുകയുള്ളൂ. ഞാൻ സ്റ്റോക്ക് ഒഴിച്ചിട്ട് അവിടെ അടച്ചു വെച്ചു കേട്ടോ. ഇനി അതിലതൊന്ന് തക്കാളി കുടഞ്ഞ് പേസ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ നമ്മൾ ബ്രൗൺ ആക്കി എടുത്തേക്കാം. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഒപ്പരം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ പിന്നെ കുറച്ച് സമയം ലാഭിക്കാൻ അങ്ങനെ ചെയ്തതാണ്. അത് അവിടുന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോക്കൊക്കെ കുറേ വറ്റി വന്നു. തക്കാളി ഇനി നന്നായിട്ട് ഉടച്ച് കൊടുത്ത് വീണ്ടും ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മട്ടൺ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് നല്ലത്. ഇവിടെ എനിക്കതിനൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ മട്ടൺ മസാല ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് മട്ടൺ മസാല ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് മട്ടനും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് പുതിന ഇലയും മല്ലി ഇലയും തൈരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ തൈര് ചേർക്കാൻ മറന്നുപോയി, കാരണം ഈ പണിയുടെ ഇടയ്ക്ക് മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വന്ന് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിന് ശ്രദ്ധ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും മസാലക്ക് ഒരിച്ചിരി കൂടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിൽ മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട്
ഒന്നും കൂടെ ഒന്ന് വരട്ടി എടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല തന്നെ കഴിക്കാനായിട്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ തൈരിന് ഓർമ്മിച്ചത് വേഗം വന്നിട്ട് പിന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതധികം പുളിയില്ലാത്ത തൈരാണ്, ഒത്തിരി പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് തൈരിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ വിചാരിച്ചത് ഒറ്റയടിക്ക് മുഴുവനായിട്ട് ഞാൻ ദമ്മിടുന്നില്ല. അപ്പോൾ മസാല എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് മസാല സെപ്പറേറ്റ് ആയിട്ട് പിറ്റത്തെ ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ചോറും ബാക്കി ഉണ്ടായിരുന്നു, അതും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ പണി കൊണ്ട് നമുക്ക് 2 ദിവസം പണിയില്ലാണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഉള്ളി ഒരു 3/4 ഭാഗം വെന്ത് വന്നപ്പോൾ അതിൽ ഞാൻ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് മസാലയിലേക്ക് ഞാൻ പുതിനയിലയും മല്ലിയിലയും കൂടി ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ദമ്മ് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ നമുക്ക് വൈകുന്നേരം വരെ വേണ്ടുന്ന രീതിയിൽ മാത്രമാണ് ദമ്മ് വെച്ചത്. ബാക്കിയുള്ള ഭാഗത്ത് നമുക്കത് ഒരുമിച്ച് ദമ്മ് വെച്ചിട്ട് മിക്സാക്കി ഫുൾ ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് കേട്ടോ. നമ്മളിങ്ങനെ പക്ഷേ ഞാൻ മസാല കുറച്ചിങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. മിക്സാക്കലൊക്കെ പിന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ മിക്സാക്കിയത്. ഇതിലാണ് ഞാൻ ദമ്മ് വെച്ചത്. കുറച്ച് നെയ്യാക്കി ഇനി മസാല ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ചൂടാവില്ല. അടുപ്പ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചോറും കൂടി ഇതിലിട്ട് കൊടുത്ത് സംഭവമൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഈ സംഭവമെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്ത് അതിന് മുകളിലാണ് ചോറിടുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ഇവിടെ എന്താ പറയുക, ഏട്ടന് തീരെ ഗ്രേവി പോലെ ഇല്ലാണ്ടും പറ്റില്ല, എന്നാൽ ഒത്തിരി മസാല ആവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിപ്പം കുറച്ച് നമ്മൾ നോക്കി എടുത്താൽ കറക്റ്റായിട്ട് ഇതൊന്ന് മൊത്തം മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ നന്നാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദമ്മ് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ അത് സെർവ് ചെയ്യാന്നൊക്കെ പറയുന്നത്, ഈ ഒരു രീതിയിലാണല്ലോ. എനിക്കത് മിക്സാക്കിയിട്ടാണ് കേട്ടോ ഒന്നുകൂടി ഇഷ്ടമായത്. പിറ്റേ ദിവസം ഞാൻ അങ്ങനെ മിക്സാക്കിയിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അന്നാക്കിയതിനേക്കാളും പിറ്റേത്തെ ദിവസമായിരുന്നു അത് ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചതുകൊണ്ട് ചൂടാക്കാനും ഒക്കെ എളുപ്പമായിരുന്നു കേട്ടോ. നന്നായിട്ട് മട്ടൻ വേറെ തന്നെ ആ ഗ്രേവി ഒന്നുകൂടെ നമുക്ക് ചൂടാക്കാനൊക്കെ എളുപ്പമല്ലേ. ഈ ദമ്മ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിനുള്ളത് ദമ്മ് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഗാർണിഷ് ചെയ്ത് നമുക്കിനി കുറച്ച് നേരം അടച്ച് വെക്കാം കേട്ടോ. നമ്മൾ അടിഭാഗത്ത് നേരത്തെ ലോ ഫ്ലെയിമിൽ ഇട്ടത് കൊണ്ട് തന്നെ ആ ഒരു ചൂടുണ്ടാവും. അപ്പോൾ മുകളോളം വരും. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വിളമ്പാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം. എനിക്കിപ്പോൾ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇനി ഞാൻ തട്ടിക്കൂടായിട്ട് പിന്നെ ഒരു തൈര് സലാഡ് പോലെ ആക്കി കേട്ടോ. കാരണം പെട്ടെന്ന് പിന്നെ പറഞ്ഞപ്പോൾ ഇത് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് മടുപ്പാവുമല്ലോ. കാരണം ഞാൻ അത്രയും സമയം എടുത്തിട്ടായിരുന്നു ചെയ്തത്. ഒന്നാമത് പുറത്ത് പോയി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് അച്ചാറെടുത്തു. ഇത് നമ്മൾ ഈസ്റ്റാറിൻ്റെ മാംഗോ പിക്കിളുണ്ടല്ലോ, അതാണ് കേട്ടോ. ഈസ്റ്ററിന് പ്രൊമോഷൻ കൊടുക്കുന്നതെന്നല്ല, ഇത് നല്ല പിക്കിളാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതുണ്ടോ മസാല ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു സൈഡിലേക്ക് അങ്ങ് പൊക്കി വെച്ചതാണ്. അപ്പോൾ ഏട്ടന് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ കഴിക്കാനിരിക്കുമ്പോൾ അതെപ്പോഴും ഒരു ഉരുള എനിക്കുള്ളതാണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ കിട്ടും, പക്ഷേ എന്തായാലും എനിക്ക് എപ്പോഴും തരാറുണ്ട്. അപ്പോൾ എൻ്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് വേഗം തന്നു കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചു. പിന്നെ ഏട്ടൻ കഴിച്ചു നോക്കുകയാണ്. ഏട്ടൻ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണേ.